के जाए बाहर बड़ी मस्तानी है मेरी महबूबा मेरी जिंदगानी है मेरी महबूबा। ചെറിയൊരു മിമിക്രിയാണ്. ആക്ച്വലി ശരീരം സുഖമില്ല, പനിയാണ്. പിന്നെ ഇങ്ങനൊരു വേദി ലഭിച്ചതുകൊണ്ട് അതൊരു മിസ്സാക്കണ്ട എന്ന് കരുതിയിട്ടാണ്. എങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ നല്ലൊരു കയ്യടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം. അതാണ് എനിക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം. എൻ്റെ പനി എന്നോടുകൂടി മാറട്ടെ. സൗണ്ട് ട്രാക്ക് ആദ്യം തന്നെ മിമിക്രിയുടെ പുതിയ വേർഷനായ സ്പോട്ട് ഡബിലൂടെ നമുക്ക് ചെയ്യാം. 2 സ്പോട്ട് ഡബ്, പിന്നെ കുറച്ച് വോയിസ് ചെയ്യാം. ജോയ് മാത്യുയുടെ വോയിസ് അവിടുന്ന് ട്രാക്ക് ഇടും, വിഷ്വൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇവിടുന്ന് വോയിസ് ചെയ്യും. ഓക്കെ.
പള്ളിയിലെ കൊച്ചുപ്പയുടെ ഉപ്പായ ഇതാണോ സോഡ? പള്ളിയിൽ കൊച്ചുപ്പൻ്റെ പണി കോയിലൂത്തല്ല. ന്യൂ ഇയർ ആയിട്ട് പള്ളി കുർബാന പൈസ നടത്താത്തവൻ പള്ളി ബാൻഡ് വായിക്കണം. അങ്ങനെ പറയല്ല സർ. നാളെ ഞാൻ ബാൻഡിൽ വായിക്കുന്നു എല്ലാവരോടും പറഞ്ഞു. അങ്ങോട്ട് നോക്കണ്ട. ഈ വർഗീസ് ബാൻഡ് ചെലവിന് കൊടുക്കുന്നത് പാപ്പനല്ല, പള്ളി. ബാൻഡിന് ചെലവിന് കൊടുക്കുന്ന പള്ളിയായിരിക്കും. പക്ഷെ ബാൻഡിൽ ആര് വായിക്കണോ വായിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാ. ഞാൻ ഈ ഇടവകയിൽ വികാരമായിട്ട് 15 വർഷം. ഇതിനിടയിൽ പള്ളി ബാൻഡ് തോറ്റ് തൊപ്പിയിട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നേരിട്ടാണ് വിശ്വസിച്ചാണല്ലോ തോമാസ് അലിയുടെ പക്ഷം. അച്ഛനിപ്പോ എല്ലാത്തിനായി പൂലൊക്കെ ഉണ്ടാക്കുന്നത് ഇവനോട് വായിച്ചോളാൻ പറഞ്ഞാണോ? ഈ നിൽക്കുന്ന ബെഷപ്പോലിനേക്കാളും പള്ളിവാണ്ടി കയറി വായിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഇവനുണ്ട്. ഇവനെ ഞങ്ങളുടെ എസ്തപ്പാനാശന്റെ മോനാ. അപ്പൻ്റെ പേരിലും കുടുംബ പേരിലോ ഒരാൾ ബാൻഡ് വായിക്കുന്നത്. ഇവരൊന്ന് ഉറച്ചു വായിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? നീ ഒന്ന് വായിച്ചട, വായിക്കട. പെട്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ കക്കൂസ് പോയിട്ട് വായിക്കട, വായിക്കട. വായിക്കണം. ആദ്യം കയറി തൂയി മണിയടിക്കാൻ, ഒന്നിരിക്കം കത്തിക്കാനൊക്കെ പഠിക്കും. ഒരു കപ്പ്യാരാണ്. ഇനി ഈ കുപ്പായൊരു പാപ്പിയുടെ കൈ കൊടുത്തത് പൊളിച്ച് 5 ഒരു പള്ളിയിലുണ്ടാവും. 1-ാം കുർബാനക്ക് മണിയടിക്കും. താങ്ക് യു, താങ്ക് യു. ഇഷ്ടപ്പെട്ട ഒന്ന് കൈയടിക്കുക. അടുത്തായി നിങ്ങളൊന്ന് സ്പോട്ട് വായിക്കുന്നു. ജനാർദ്ദൻ്റെ വോയിസ് ഒന്ന് ശ്രദ്ധിക്കാം. ഓ നമസ്കാരം, നമസ്കാരം. ഇരുന്നാട്ടെ. ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? ഇത് ആരാന്നാ വിചാരം? ഇവരാണ് പൊന്നപ്പൻ. ആ തങ്കപ്പൻ. ഉർവശി തിയേറ്റർ കേട്ടിട്ടുണ്ടോ? അതിലെ നടനും പ്രധാന ഓണറൊക്കെയാ ഈ നിൽക്കുന്ന തങ്കപ്പൻ. ഓ അപ്പൊ നീ ഏത് പണ്ടാനാ? ഓ പൊന്നപ്പൻ. ഈ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ തങ്കപ്പൻ. ഗോപാലകൃഷ്ണൻ സാറോ? അപ്പൊ പൊന്നപ്പൻ ഇവിടെ പോയി? ഓ അപ്പൊ ഇതാണ് ഗോപാലകൃഷ്ണൻ സാർ. നീ ഈ പൊന്നപ്പൻ. പൊന്നപ്പ, ഈ ഇരിക്കുന്നത് ആരാണെന്ന് അറിയോ? ഇത് ആരാണോ വിചാരം? ഈ ഉർവശി തിയേറ്റർ താങ്ക് യു. അടുത്തായി കുറച്ച് ശബ്ദാനങ്ങൾ. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനം തീർച്ചയായിട്ടും എൻ്റെ ശബ്ദം തന്നെ മാറിയിട്ടില്ല എങ്കിലും നമുക്ക് കുറച്ച് നടന്മാരുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യമായി ഇതിനിടയ്ക്ക് ഇറങ്ങിയ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന ചിത്രത്തിലെ വിഷ്ണുവിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നു. നോക്കാം. ഇവന്മാരുടെ മുഖത്ത് എത്ര കുത്തിവരച്ചിട്ടെങ്കിലും കൊടുക്കാത്ത ക്ലാമറാന്നേ. സാറിന്റെ അടുത്ത ചിത്രത്തില് എനിക്കൊരു ചാൻസ് ഒന്ന് ഞാൻ പൊരിക്കും. എന്നെ മണിച്ചേട്ടാ, എന്നെ വേണിച്ചേട്ടാ, കാത്തോളേ, എടാ ദാസപ്പ, അമ്മയെ പറ്റി അങ്ങനൊന്നും പറയലടാ. അമ്മയില്ലാത്തവർക്കല്ലേ അതിന്റെ വിഷമം മനസ്സിലാവും. താങ്ക് യു. അടുത്തായി പഴയകാല കോമഡി താരം പൂജപ്പ രവിയുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു പാവമാണ്. ആ പോലീസുകാരൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്റെ പൊന്നു സാറേ, അമ്പുജം നീ നേരത്തെ വന്നില്ലേ? ഒരാളെ ഒഴിപ്പിക്കാൻ പറഞ്ഞു. 2 പേരായി. എനിക്കൊന്നുമേ പൊറിയില്ലേ. താങ്ക് യു. അടുത്തായി അനൂപ് ചന്ദ്രന്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ആഴ്ചയുള്ള വന്നാണ് 15 തികയാത്ത പാൽക്കാര പയ്യനെ 10 പെൺപിള്ളേർക്ക് കൊണ്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന സഹായം. അവന്റെ ആത്മാവ് തെളിക്കുന്നു. ഞാൻ ഒരു പാട്ട് പാടാം. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം. 5 4 ബാർ കളിയാ. താങ്ക് യു. അടുത്തായി തിലകന്റെ ശബ്ദമാണ്. തിലകന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ വാർദ്ധക്യ സഹജമായ ശബ്ദ വ്യതിയാനമുണ്ടാവും. ശ്രദ്ധിക്കണം. എന്റെ 18ാമത്തെ വയസ്സിലാണ് ഉസ്താദിന്റെ കൂടെ ബിരിയാണി വെക്കാറ്. കൊല്ലം മൗലവിയുടെ പോലെ നിൽക്കാതെ ബിരിയാണി ചെമ്പെന്ന് കണ്ടെന്ന് തെറ്റിയപ്പോ ജനൽ പണിവാനൊരു ഊറിനെ കണ്ടു. കൂട്ടുകിട്ട കിളിയെ പോലെ മനസ്സ് വല്ലാതെ പിടക്കാൻ തുടങ്ങി. ആ ഊറി ആരാണെന്ന് അതാ നിന്റെ ഉപ്പ.
അടുത്തതായി കുറച്ച് രാഷ്ട്രീയ താരങ്ങളെ ശ്രദ്ധിക്കാം. അത് പത്മജ വേണുഗോപാൽ. ശ്രീ വി എൻ സുധീരന്റെ രാജി എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടലോടാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളിൽ വളരെയധികം ഞെട്ടുണ്ടാക്കി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ മകളായിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. താങ്ക് യു. അടുത്തതായി കെ എം മാണിയുടെ ശബ്ദം. ഇതോടുകൂടി ഞാൻ നിർത്തുന്നു, തീരെ വയ്യ. അതുകൊണ്ട് കെ എം മാണിയുടെ ശബ്ദത്തോടുകൂടി നമുക്ക് നിർത്താം. പി സി ജോർജിന്റെ അഭിപ്രായം കേരള കോൺഗ്രസിന്റെ ഒരു അഭിപ്രായമാണ്. കേരള കോൺഗ്രസ് യൂണിവേഴ്സിറ്റി മത്സരിക്കുന്നത് UDF ഏകണ്ഠത്തോളം തീരുമാനം. താങ്ക് യു. സ്നേഹ സുരേന്ദ്രൻ സംഘം അവതരിപ്പിക്കുന്ന ഖവാലി നൃത്തത്തിൽ റിദ ഫാത്തിമ, ആയിഷ ആഷാന എന്നിവരോടൊപ്പം പിന്നണിയിൽ ഷിബിൻ, മാഹിർ, ഷാഹിൻ, ഷഹ്സാദ്, ഷഫീഖ്, നസീബ്. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. മുകിലത്ത വേണ്ടി കുയിലത്ത വാങ്ങി വാ 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 വാ. മുകിലത്ത വേണ്ടി കുയിലത്ത വാങ്ങി വാ വാ വാ. മീനിന്റെ സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. ഒരു മാലിന്റെ ചുരുക്കൈ വീശി, ഒരു മാലിന്റെ ചുരുക്കൈ വീശി, മധുരമുന്ന ചിരിച്ചുണ്ട് തോന്നി, മധുരമുന്ന ചിരിച്ചുണ്ട് തോന്നി. എന്റെ കരളിന്റെ കരളേറി കുളിരായി, കൊച്ചു കനവിന്റെ അഴകേറും ചിറകേറി വാ. എന്റെ കരളിന്റെ കരളേറി കുളിരായി, കൊച്ചു കനവിന്റെ അഴകേറും ചിറകേറി വാ. മുകിലത്ത വേണ്ടി കുയിലത്ത വാങ്ങി വാ 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 വാ. മുകിലത്ത വേണ്ടി കുയിലത്ത വാങ്ങി വാ വാ വാ. മീനിന്റെ സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ.
ഒരു കൊച്ചു മിമിക്രി കൂടി ഈ വേദിയിലെത്തുകയാണ്. മറ്റാരുമല്ല, ജിഷ്ണു രമേശ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു ചെറിയൊരു മിമിക്രി ഐറ്റം ഞാൻ ചെയ്യാണ്. സോ നമ്മുടെ യങ് സൂപ്പർ സ്റ്റാറായ ദുൽഖർ സൽമാൻ്റെ വോയിസാണ് ഞാൻ ഇപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നമ്മുടെ ചാർലി എന്ന സിനിമയിലെ ഒരു ചെറിയ ഡയലോഗാണ്. तेरी आंखों के खजाने में छुपा था मुसाफिर का दरिया और तेरे दिल की खजाने में वो दरिया का नमक. Kenapa habis kembali? Pande patla panjina. Nggak beda berarti. Berarti karena kabarnya. Ya nah, cari. Thank you. ഇവിടെ മുമ്പിൽ കുറച്ച് മലയാളം അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. സോ ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും മിക്സ് ചെയ്ത് പറയാം. ഓക്കെ. ഹാവ് യു എവർ ഹേർഡ് എ ഹ്യൂമൻ സ്പോർട്സ് കാർ? ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പോർട്സ് കാറാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ദൂരെ നിന്ന് ഒരു സ്പോർട്സ് കാർ നമ്മുടെ ഒരു റോഡിൻ്റെ സൈഡിൽ നിൽക്കുവാണെങ്കിൽ, ദൂരെ നിന്നൊരു സ്പോർട്സ് കാർ വന്നാൽ ചീറിപ്പാഞ്ഞ് പോകുന്നതാണ് ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. And I'm a beatboxer, so ladies and gentlemen, all songs you bought here is 100% human voice.